കോട്ടയം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ജുവലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തതായി പരാതി. സ്വർണം വാങ്ങാനെത്തിയയാൾ പണം അക്കൗണ്ട് ട്രാൻസ്ഫർ നടത്തിയെന്ന് ഉടമയെ വിശ്വസിപ്പിച്ച് മുങ്ങുകയായിരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശ്രീലക്ഷ്മണ ജ്വല്ലറിയിൽ ഡിസംബർ 31 വൈകിട്ട് 4:30 കോഴിക്കോട് സ്വദേശിയായ പ്രവീൺ എന്ന് പരിചയപ്പെടുത്തിയ യുവാവ് എത്തിയത്. വിവാഹ വാർഷികമാണെന്നും ഭാര്യയ്ക്ക് സമ്മാനം നൽകുന്നതിന് സ്വർണം വാങ്ങാൻ എത്തിയതാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാൾ 3.25 പവന്റെ സ്വർണം വാങ്ങുകയും വിലയായ 2,24,000 രൂപ ഫോൺ പേ വഴി അയക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പണം അയക്കാനാവാതെ വന്നതോടെയാണ് അക്കൗണ്ടിലൂടെ അയക്കാൻ തീരുമാനിച്ചത്. നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് തൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം പോയെങ്കിലും ജുവലറിയുടെ അക്കൗണ്ടിൽ കയറിയിട്ടില്ലെന്ന് പ്രവീൺ കടയുടമയെ വിശ്വസിപ്പിച്ചു. 1 മണിക്കൂറോളം കടയിൽ ചിലവഴിച്ച ശേഷം ഇയാൾ ആറോടെ മുങ്ങുകയായിരുന്നു. സംശയം തോന്നിയ കടയുടമ ബാങ്കിനെയും പോലീസിനെയും ബന്ധപ്പെട്ടെങ്കിലും വർഷാന്ത്യമായതിനാൽ സെർവർ അപ്ഡേഷൻ നടക്കുന്നതിനാൽ 24 മണിക്കൂർ കാത്തിരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ 31 രാത്രി 9 തട്ടിപ്പ് നടത്തിയ യുവാവിൻ്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആയി. ഇതോടെയാണ് തട്ടിപ്പിനിരയായതായി ജുവലറി ഉടമകൾക്ക് വ്യക്തമായത്. 31 ആയപ്പോഴത്തേക്കും ആൾ വന്ന് ഒരു മോതിരവും മാലയും വേണമെന്ന് അതെടുത്ത് 2,20,000 രൂപയോളം അതിന് ബില്ല് വന്നു. ബില്ല് അപ്പം ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മളെ കാണിച്ചു. നമ്മളതനുസരിച്ച് നമ്മൾ കൊടുത്തു. ബാങ്കിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ താമസിച്ചേ ഉള്ളൂ അതിൻ്റെ ഇത് വരത്തുള്ളൂ, ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് താമസം വരുന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിന്നെ അരമണിക്കൂർ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം ബാങ്കിലില്ല. തുടർന്ന് ഇവർ കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പുകാരൻ്റെ CCTV ക്യാമറ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.